നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനങ്ങളിൽ തീ പിടിക്കാറുണ്ട്. ഒരുപാട് അപകടങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അപകടങ്ങൾ, എത്ര മരണങ്ങൾ നടന്നിരിക്കുന്നു. അതായത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം ആയിക്കോട്ടെ, ഏത് വാഹനങ്ങളായിക്കോട്ടെ, നമ്മുടെ എഞ്ചിനിൽ തീ പിടിക്കുന്നു. പിന്നീട് നമുക്ക് സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ ഊരാൻ പറ്റാതെ ഒരുപാട് മരണങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഇവർ. നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? മിന്റോ. നമ്മളിന്ന് ഈ വണ്ടിയോട് കത്തിച്ച് അത് എങ്ങനെയെന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോ നമുക്കറിയാം, വണ്ടികൾ ഒരുപാട് കത്തി ഒരുപാട് ആക്സിഡന്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് ബ്രാൻസ്ഡാഡി ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ക്യാപ്സൂൾ എന്ന് പറയും. ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ വെഹിക്കിൾസ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാറും കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ സാധനം ഇത് താഴെ വീട് കഴിഞ്ഞാൽ പൊട്ടാനൊന്നും ഒരു ചാൻസ് ഇല്ല. ചൂട് തട്ടിയ മാത്രം, ചൂട് തട്ടേണ്ടതല്ല, തീ തട്ടിയാ മാത്രം. ചൂട് കൊണ്ടോ അല്ലെങ്കിൽ പുക കൊണ്ടോ ഇത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ബോണറ്റൊക്കെ എത്രമാത്രം അല്ലെങ്കിൽ പിന്നെ പൊട്ടണ സമയം. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ നമുക്ക് ഫയർ ടച്ച് ചെയ്താൽ മാത്രമേ ഈ സാധനം ബ്ലാസ്റ്റ് ആവത്തുള്ളൂ. തീ കടത്തി കളയും. അതെ അല്ലേ? ഇതിപ്പോ ശരിക്കും 2 എണ്ണം വെക്കണം. ഒരു കാറിലാണ് 2 എണ്ണം ഇതേമാതിരി സെറ്റ് ചെയ്യലാണ്. അതെ. അത് ഓട്ടോയോ 2 വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചാൽ മതി. വലിയ ബസ്, ലോറി അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ മിനിമം 4 എണ്ണം. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇനി ഇത് പ്രവർത്തനം നടത്തുന്നത് കാണിച്ചു കൊടുത്താലോ? ഇത് തീ കെടുന്നുള്ളതിൽ ഉറപ്പന്നെ 100% ഗ്യാരണ്ടി ആണ് തീ കിടുന്നുള്ള കാര്യത്തിൽ. അതില് മാറ്റമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇനിയിപ്പോ ഒരു ഫയറൊക്കെ വന്ന് അത് കെടുന്നുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയും ഇരിക്കുന്ന സമയത്ത് അത് കെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് 10 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ ആണ്. അതായത് നമുക്ക് വണ്ടി കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 10 ലാക്ക്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 5 ലക്ഷം രൂപ ഐഡിയുള്ള വണ്ടികളുണ്ട്, 1 കോടി ഐഡിയുള്ള വണ്ടികളുണ്ടാവും. അപ്പൊ അത് ഏത് വണ്ടിയാണെങ്കിലും ഒരു 10 ലക്ഷം രൂപ മാക്സിമം കൊടുക്കാൻ തയ്യാറാണ്, റെഡിയാണ്. കമ്പനി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട്? ഇതുവരെ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം അത് അങ്ങനെ കത്തിയിട്ടില്ല വണ്ടികളൊന്നും. അത് ശരി. ഇത് വെച്ചതിന് ശേഷം പിന്നെ വണ്ടി കത്തിയിട്ടില്ല. ഇത് ഫിറ്റ് ചെയ്ത വണ്ടികളൊന്നും നിലവിൽ കത്തിയിട്ടില്ല. അപ്പൊ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന രൂപത്തിലാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. തന്നെയല്ല, വണ്ടിക്ക് മാത്രമല്ല, വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കും ഉണ്ട്. അത് ആൾക്കും കൂടി കവർ ചെയ്തിട്ട് കിട്ടുക. അതായത് വണ്ടി കത്തി മരണപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വെച്ചതിന് ശേഷം ആർക്കെങ്കിലും ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഡയറക്റ്റ് കമ്പനി കൊടുക്കാൻ റെഡിയാണ്. ഏതാണോ വലുത്, വണ്ടിക്ക് വരുന്ന മെയിൻ്റനൻസ് ആണോ അത് ആളുടെ ലൈഫിന് വരുന്ന ഇതാണോ, ഏതാണോ കൂടുതൽ ആ എമൗണ്ട് കമ്പനി കൊടുക്കും. 10 ലക്ഷം രൂപ ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വണ്ടിക്കകത്ത് വെച്ചു, ഇതൊരു 10 സെക്കൻഡ് മാക്സിമം 10 സെക്കൻഡ് എടുക്കുമെന്ന് പറഞ്ഞത് ആക്ടിവേറ്റ് ആയി ആവാനായിട്ട്. അപ്പൊ ആ 10 സെക്കൻഡ് കൊണ്ട് ഉണ്ടാവുന്ന ഡാമേജസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിട്ട് കമ്പനി 1 ലാക്ക് വരെ മാക്സിമം കൊടുക്കും. അതായത് പൊട്ടിയാലും ക്യാഷ് കൊടുക്കും. അത് ഇപ്പൊ നമ്മളൊരു 20,000 800 എടുത്തിട്ട് ചിലപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ 800 കത്തുന്നുണ്ടെങ്കിൽ, ഞാനത് ചോദിക്കാൻ കരുതും. കാരണം വണ്ടി ഒരുപാട് കത്താൻ സാധ്യത ഉണ്ട്. കാരണം ഒരു 25,000 വണ്ടി എടുത്തിട്ട് കത്തിച്ചാൽ നിങ്ങൾ 10 ലക്ഷം കൊടുക്കല്ലേ? അത് നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് നമുക്കത് വാലുവേറ്റ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ തന്നെയല്ല. അതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് ചിലപ്പോൾ ഒരു 3,000-4,000 മെയിൻ്റനൻസ് ആയിരിക്കും ചിലപ്പോൾ മാക്സിമം വരാം. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ അത് അതേ കൊടുക്കത്തുള്ളൂ. 1 ലക്ഷം രൂപ നമ്മൾ 1 ലക്ഷം രൂപ മാക്സിമം ആണ്. ഒരിക്കലും 1 ലക്ഷം രൂപ കൊടുക്കുന്നല്ല പറയുന്നത്. 1 ലക്ഷം രൂപ വരെ നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചുകൊണ്ട് കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കത്തില്ല എന്നല്ല പറയുന്നത്, കത്തി കഴിഞ്ഞാൽ ഇത് അണയുന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് വെച്ചുകൊണ്ട് കത്തില്ല എന്നല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് അഥവാ ഇത് കത്താതെ വന്നാൽ എന്തെങ്കിലും സംഭവിച്ച 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഇത് കത്തി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ നമ്മൾ ഇതിന്റെ ആഫ്റ്റർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊടുക്കാനും തയ്യാറാന്ന് പറയുന്നത്. ആരെ ബന്ധപ്പെടണം? അത് നമുക്ക് കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ഇപ്പൊ വണ്ടിക്കകത്ത് ആരാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അയാളുടെ ഡയറക്റ്റ് ബന്ധപ്പെട്ടാൽ മതി. അത് മാക്സിമം 15 ഡേയ്സ്. അതായത് ഇതിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ക്യാഷ് കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ആണല്ലേ? അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര? റേറ്റ് 2,300 ആണ് ഒരു പീസിന്മേൽ വരുന്നത്. ഒരു പീസിന്റെ മുകളിൽ 2,300. അപ്പൊ 2 എണ്ണം വെക്കുകയാണെങ്കിൽ 4,600 രൂപ വെക്കണം എന്നുള്ളതാണ്. അത്രേ വരുന്നുള്ളൂ. അതിന് കമ്പനി കൊടുക്കുന്ന 3 വർഷത്തെ വാറന്റിയാണ്. 3 വർഷത്തെ വാറന്റി കൊടുക്കും. ഈ 3 വർഷത്തെ വാറന്റി പീരീഡിൽ ഈ 10 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ കവറേജ് എന്തായാലും ഈ കസ്റ്റമേഴ്സിന് ഉണ്ടാവും. അതെ, 1 കൊല്ലത്തേക്കല്ല 3 കൊല്ലത്തേക്കാണ്. ഇപ്പൊ നമ്മളിത് കാണുന്നത് പല ജില്ലകളിൽ നിന്നായിരിക്കാം. ചിലപ്പോൾ കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കാം. അപ്പൊ ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. നിങ്ങൾ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിളിക്കുക, എങ്ങനെയാണ് അത്? നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരവിടെ അവൈലബിൾ ആയിരിക്കും. അവർ വന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ നമ്പർ കൊടുത്താൽ മതി. വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കത്തി കഴിഞ്ഞാൽ എന്താ കാണാൻ പോവാണ്.
ശബ്ദം കേട്ട് നല്ല രൂപത്തിൽ ശബ്ദം കേട്ടാ. നോക്കി, തീ അടഞ്ഞു കഴിഞ്ഞു. ഒരു പുക അല്ലേ? ഒരു പുക മാത്രം. ഓക്കെ, ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് എന്താണ് സംഭവിച്ചെങ്കിൽ നോക്കാലോ. ഒന്ന് തുറന്നു നോക്കി നോക്കാം. ഓക്കെ. ഓ